ഫ്രണ്ട്സ്, നമ്മൾ മലബാർ മേളയിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ മെഡിക്കൽ ക്യാമ്പാണ്. അവിടെ BP, ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് സെയിൽസിന് വെച്ചിട്ട് മേള ഇനി ഓടി ഒന്ന് കണ്ടുവരാം. ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ എന്നെ വിളിക്കുന്നു ആരോ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പഴയൊരു സുഹൃത്തായ ചന്ദ്രബാബു മേള കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ചന്ദ്രബാബുവിന് ഒരു ബാത്ത് ടവലായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരതി നടക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രബാബു ബാത്ത് ടവലിന് വേണ്ടി ഇങ്ങൊക്കെ അലയിഞ്ഞ് നടക്കുകയാണ്. എൻ്റെ മുമ്പിലായി ഒരു കറുപ്പ് തൊപ്പിയും ഒരു ലൈറ്റ് ഓറഞ്ച് ഷർട്ടും ഇട്ട് ചന്ദ്രബാബു എൻ്റെ മുമ്പിൽ നടക്കും. മലബാർ മേള മലബാർ മേളയിലുണ്ട്. അങ്ങനെ ഒരു മേളയുണ്ട്. നീ ടൗൺ സ്ക്വയറിലെത്തിയാൽ കാണും. മഠത്തിൽ പ്രദീപൻ, അദ്ദേഹമാണ് ചന്ദ്രബാബുവിൻ്റെ ചെറുപ്പം മുതലേയുള്ള കൂട്ടുകാരൻ. അപ്പോൾ പ്രദീപനും ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ എന്തൊരു തിരക്കാണ്. ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് നമുക്ക് അങ്ങോട്ട് നടക്കാൻ വരെ പറ്റുന്നില്ല. എല്ലാ എക്സിബിഷനിലും ഉള്ള സാധനങ്ങൾ തന്നെയാണ്, വ്യത്യസ്തമായി ഒന്നും കാണാനില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. അയ്യോ എന്തൊരു തിരക്കാണെന്നോ. കഴിഞ്ഞു. മലബാർ മേള എന്ന പേര് മാത്രമേ ഉള്ളൂ. കാരണം അവിടെയുള്ള സാധനങ്ങൾ മൊത്തത്തിൽ ഹിന്ദിക്കാരുടെ ബെഡ്ഷീറ്റും മറ്റുമാണ്. തൊട്ടടുത്ത സ്റ്റേജിൽ ഗാനമേള നടക്കുകയാണ്. നമുക്ക് ഇവിടെ ഇതില്ലേ, സൈഡില് അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടാകുന്നുണ്ട്. ചന്ദ്രബാബുവിന് ഭയങ്കര ദാഹവും വിശപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂപ്പർക്ക് ബാത്ത് ടവൽ കിട്ടിയുമില്ല. അപ്പം നമുക്ക് ചായ കുടിക്കാം. മലബാർ മേള ഇവിടെ അവസാനിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരാം.